ഈ വഴി കുറച്ചു പോയാ പിന്നെ നടക്കാനുള്ള ദൂരേ ഉള്ളൂ. ഇങ്ങനെ പോയാൽ അമ്പലത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇയാളെ വിശ്വസിച്ച് ഞാൻ ഇതിനകത്ത് കയറിയപ്പോഴേക്കും ആളുടെ സ്വഭാവമൊക്കെ മൊത്തത്തിലങ്ങ് മാറി. ഞാൻ ശിവാനിയാണെന്ന് കരുതി എന്നോട് എന്തൊക്കെയോ പറയാൻ തുടങ്ങി. ഞാൻ ശിവാനിയല്ല ശൈലുവാണ്, എന്നെ വെറുതെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ടും അതൊന്നും അവൻ കേട്ടതായി പോലും ഭാവിച്ചില്ല. ഒന്നും ചെയ്യരുത്, എനിക്ക് പൂജയ്ക്ക് പോകേണ്ടതാണ്, വെറുതെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ടും അവന്റെ മനസ്സലിഞ്ഞില്ല. അവസാനം അവന്റെ കാല് പിടിക്കാൻ ഞാൻ പോയപ്പോഴേക്കും അവൻ എന്തോ ചെയ്തു എന്നെ. എന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അനങ്ങാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ആ സമയത്തൊക്കെ ഇവൻ ഒരു രാക്ഷസനെ പോലെ എന്റെ മുന്നിൽ പെരുമാറിയത്. അതൊക്കെ മന്ത്രവാദികൾക്ക് മാത്രം പറ്റുന്ന കാര്യങ്ങളാ. അല്ലെങ്കിൽ മന്ത്രവാദികളുടെ കൂടെയുള്ള ആളുകൾക്കേ സാധിക്കൂ. ഇയാൾക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നത് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ ഈ ഫ്രണ്ടും മന്ത്രവാദിയുടെ കൂടെയുള്ള ആള് തന്നെയായിരിക്കും. എന്റെ ശിവാനിയെ കൊന്നതും അച്ഛന്റെ ഫ്രണ്ട് തന്നെയാ. ഇന്ന് നിന്നെ ശല്യം ചെയ്തതും അച്ഛന്റെ ഫ്രണ്ട് തന്നെ. നീ കൊന്നത് വെറുമൊരു പാവയെയാണ്, നിന്റെ ശത്രുവിനെ അല്ല. ആ പാവയുടെ പിന്നിലുള്ള കയറ് ഇനിയും നിന്റെ കൺമുമ്പിൽ വന്നില്ല. ആ കയറ് പിടിക്കുന്ന കൈയും നിന്റെ കൺമുമ്പിൽ വന്നില്ല. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും അതെ. അപ്പോഴെന്റെ മനസ്സിൽ എന്ത് ചിന്തയായിരുന്നു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. അപ്പോഴെന്റെ തലയിൽ വന്നത് ഇവന്റെ ഒപ്പം ചില ആളുകളും കൂടി ചേർന്ന് ആരെയോ കൊല്ലായിരുന്നു. പിന്നെ മഴക്കും ബഹളവും ഒച്ചവെപ്പവും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. കുറെ ആണുങ്ങളെ ചുറ്റും നിന്ന് അവനെ കൊല്ലു കൊല്ലു എന്ന് പറയുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ എന്തുണ്ടായിന്ന് എനിക്കതന്നെ അറിയില്ല. ഞാൻ തന്നെ ഇവനെ അങ്ങ് കൊന്നു കളഞ്ഞു. എന്താ? അപ്പൊ ഇവനെ കൊന്നത് നീയാണോ? അതെ, ഞാൻ തന്നെയാണ് ഇവനെ കൊന്നു കളഞ്ഞത്. എത്ര ആലോചിച്ചിട്ടും ഇവനെ എങ്ങനെ ഞാൻ കൊന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ ഇവന്റെ ശവം കാണുമ്പോ മാത്രം ഞാൻ ഇവനെ കൊന്നത് തെറ്റാണെന്ന് തോന്നുന്നതേയില്ല. അല്ല, എന്നാലും ഇവൻ എന്തിനാ നിന്നെ ഇവിടേക്ക് വിളിച്ചോണ്ട് വന്നത് ശൈലു? അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കണ്ടേ? ശൈലു, നീ ഒന്ന് ഓർത്തു നോക്കിയേ. ഇവൻ മരിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും പറഞ്ഞോ? ആ, ഞാൻ ചോദിക്കുന്നതൊക്കെ തന്നു കഴിഞ്ഞാ നിന്നെ വെറുതെ വിട്ടേക്കാമെന്നാണ് ഇവൻ എന്നോട് പറഞ്ഞത്. ആ, അതെ, അത് തന്നെ. എന്താ പറഞ്ഞത്? നാഗമാണിക്യം. എന്താ പറഞ്ഞ? നാഗമാണിക്യം. ധർമ്മചക്രത്തെ പറ്റി നിത്യമായ അറിവുള്ളവനെ, സകല ഭൂതപ്രേത പിശാചുക്കളെയും നിയന്ത്രിക്കുന്നവനെ, ഭൂതകാലം മാറ്റി ഭവിഷ്യം എഴുതുന്ന ഭക്തേശ്വര, അവസാനമെങ്കിലും ആദിശേഷന്റെ കാതിൽ നാഗമാണിക്യമെന്ന നാമം കേൾക്കുവാൻ ഇടവരുത്തിയല്ലോ. ഇനി മഹാശത്രുനാശം. ആദിശേഷനാൽ ശത്രുനാശം. ആദിശേഷന് സത്യം മനസ്സിലാക്കി കൊടുത്തു അല്ലേ? ഈ കാലം സംക്രമണത്തിന്റെ കാലം. ഇനി എല്ലാം അവസാനമാകും. ഇത് അവസാനിക്കും. ദിഗ്വിജയ, എന്തു പറ്റി? എന്തിനാണ് ഇത്ര ടെൻഷനിൽ പോകുന്നത്? തെറ്റ് സംഭവിച്ചു. അവളെ നമ്മൾ തെറ്റായി വിലയിരുത്തി ഒരു വലിയ തെറ്റിലേക്ക് ചെന്നുപെട്ടത്. വിലയിരുത്തൽ, തെറ്റിദ്ധാരണ, എന്താണ് ഉണ്ടായത് ദിഗ്വിജയ? സംഭവിച്ച കാര്യം പറയൂ. ചില പ്രശ്നങ്ങളുണ്ടായി. ആ നാഗറാണി തീർക്കാൻ വേണ്ടി ഞങ്ങൾ ഗുരുക്കളോട് പറഞ്ഞ് ഒരു വലിയ പ്ലാൻ ഉണ്ടാക്കിയിരുന്നു. അതിനുവേണ്ടിയുള്ള പൂജകളും നടത്തിയിരുന്നു. പക്ഷെങ്കിൽ അവള് വളരെ പവർഫുൾ ആണ്. അവളുടെ ആ ശക്തിയിൽ എന്റെ ഫ്രണ്ട് ദണ്ഡപാണി മരിച്ചും പോയി.
എന്താ ദണ്ഡപാണി മരിച്ചുപോയെന്നോ? അതെ, ദണ്ഡപാണിയെ അവൾ കൊന്നു. നീ എന്താണ് ഈ ചെയ്യുന്നത് ദിഗ്വിജയ? ഞങ്ങൾ പറഞ്ഞത് എന്താണ്, നീ ചെയ്യുന്നത് എന്താണ്? എന്ത് തീരുമാനം എടുക്കുന്നതിന് മുമ്പും ഞങ്ങളെ അറിയിച്ചിട്ട് വേണമെന്ന് പറഞ്ഞിരുന്നതല്ലേ? അത് മറന്നിട്ട് നീ ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് ഇത്രയും പെട്ടെന്ന് ഈ പൂജ നടത്തേണ്ട ആവശ്യം എന്തായിരുന്നു? നിങ്ങൾ അറിയാതെ നടത്തിയ പൂജയൊന്നും അല്ല ഇത്. ആ അഹങ്കാരി എന്റെ കൺമുമ്പിലൂടെ ഓടി നടക്കുമ്പോ ഒരു വല്ലാത്ത അപായ സൂചനയായിരുന്നു. എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കാന്നൊരു പേടി. ആ പേടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവളെ അങ്ങ് തീർത്ത് കളയാനൊരു പ്ലാൻ ഉണ്ടായി. പക്ഷെ അതിലും അവള് വീണില്ല. നമ്മുടെ കൂടെയുള്ളവരെ കൊല്ലുകയും ചെയ്തു. ഒരു സംശയവും വേണ്ട, എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. നാഗമാണിക്യം ലഭിച്ചാൽ അത് നിങ്ങൾക്ക് തന്നെയാണ്. അതുപോട്ടെ, പൂജയ്ക്ക് പങ്കെടുക്കാതെ നിങ്ങൾ എവിടെ പോയി? ഞങ്ങൾ മാനസ സരോവരം വരെ പോയതാണ്. നാഗറാണിയെ സംഹരിക്കാനുള്ള സകല വിദ്യകളും അഭ്യസിക്കാനായി ഞങ്ങൾ ഗുരുക്കളുടെ അടുത്ത് പോയിരുന്നു. ഇനി അല്പദിനങ്ങൾക്കുള്ളിൽ തന്നെ ആ നാഗറാണിയുടെ അന്ത്യമാണ്. നാഗമാണിക്യം, നാഗമാണിക്യം, എന്താ അത്? അത് കേട്ടപ്പോ തന്നെ ശരീരം മുഴുവൻ എന്തോ ആയതുപോലെ. മറന്നു പോയത് എന്തോ കുറെ നാളുകൾക്ക് ശേഷം കേൾക്കുമുണ്ടാവുന്ന സന്തോഷമില്ലേ? അതേ സന്തോഷം ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നത്? എനിക്കും അതെ തൃശൂൽ. അവൻ നാഗമാണിക്കെന്ന് പറഞ്ഞ ഉടനെ എന്റെ ശരീരവും മനസ്സും വല്ലാതെ ആയിപ്പോയി. ഇന്ന് വരെ ഞാൻ ആ വാക്ക് കേട്ടിട്ടേ ഇല്ല. എന്നാ എനിക്കും അതിനും വളരെയധികം ബന്ധമുള്ളത് പോലെയാ എനിക്കിപ്പോ തോന്നിയത്. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് ശൈലു. പക്ഷേ ഈ നാഗമാണിക്കെന്ന് പറഞ്ഞാൽ എന്താ? ഇതിന് നാഗങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമായിരിക്കോ? ദണ്ഡപാണി നിന്നോട് നാഗമാണിക്യത്തെ പറ്റി അന്വേഷിച്ചു വന്നുണ്ടെങ്കിൽ ശിവാനിക്ക് ഈ നാഗമാണിക്യത്തെ കുറിച്ച് എന്തെങ്കിലും അറിയായിരിക്കോ? അറിയായിരിക്കാം. നീ ഇപ്പൊ ഈ പറഞ്ഞതിനും അവൻ നാഗമാണിക്യത്തെ കുറിച്ച് ചോദിച്ചതിനും തമ്മില് കാര്യമായ എന്തോ ബന്ധമുണ്ട് തൃശൂൽ. അത് മാത്രമല്ല, ആ നാഗമാണിക്യം നിന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ജീവിതത്തില് ഇത്രയും നാളൊരു മാജിക് പോലെ നടന്നതിനും ബാക്കിയുള്ള എല്ലാ സംഭവങ്ങൾക്കും പിന്നില് നാഗമാണിക്യമായിരിക്കും. ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ളത് മനസ്സിലായതും, അതുപോലെ ഞാൻ മരിക്കാറായപ്പോഴേക്കും നീ എന്നെ രക്ഷപ്പെടുത്തിയതും, അന്ന് ആ ഒരു സ്വാമിജി നമ്മളോട് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ എല്ലാം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ചെറുപ്പം മുതൽ എനിക്ക് പാമ്പിനെ കൊണ്ട് ശല്യം മാത്രമാ. വീടിന് ചുറ്റും പേടിച്ചോടി നടക്കുമായിരുന്നു. എന്റെ സ്വപ്നത്തിലും അങ്ങനെ തന്നെ. എന്നെ ഒരുപാട് പാമ്പുകൾ വന്ന് ശല്യപ്പെടുത്താറുണ്ട്. എന്റെ ശിവാനി ഒരു നാഗമാണെന്ന് ഞാൻ അറിഞ്ഞു. ഇപ്പൊ നീയും നാഗമാണിക്യത്തെ പറ്റി പറയാ. എന്തോ ഇതൊക്കെ തമ്മിൽ എന്തൊക്കെയോ ലിങ്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിനെ പറ്റിയൊക്കെ അറിഞ്ഞേ പറ്റൂ. വാ, നമുക്ക് പോവാം. ഈ കാര്യത്തെക്കുറിച്ച് ആരോട് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ വാ, പോവാം. അല്ല സ്വാമിജി, നമ്മൾ അകത്തേക്ക് പോകാതെ എത്ര നേരം എന്ന് വെച്ചാൽ ഇവിടെ കാത്തു നിൽക്കുന്നേ? ഒരു കാര്യം ചെയ്, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇവിടെ തന്നെ നിന്നോ, ഞാൻ പോയി നോക്കിട്ട് വരാം. മഠയ, തായി ജ്വാലമാലിനിയുടെ കൽപ്പനയുണ്ട്. നാം ഇവിടെ നിന്നും ചലിക്കാൻ പാടില്ല. അമ്മയുടെ ആജ്ഞ മറികടന്ന് ഒരടി മുന്നോട്ട് വെച്ചാൽ ജീവന് തന്നെ ആപത്താണ്. ദിഗ്വിജയൻ തിരികെ വരട്ടെ. അവിടെ നടന്നതെല്ലാം ചോദിച്ചറിയാം. അല്ല സ്വാമിജി, ഈ ദിഗ്വിജയൻ എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി അങ്ങ് പറഞ്ഞു വിട്ടിരിക്കുന്നത്? നാഗമാണിക്യത്തെക്കുറിച്ച്. ദണ്ഡപാണി മരിക്കുന്നതിന് മുൻപ് നാഗറാണിയോട് നാഗമാണിക്യത്തെക്കുറിച്ച് പറഞ്ഞുവോ എന്നറിയാൻ ദിഗ്വിജയൻ ഇവിടേക്ക് വരേണ്ടതുണ്ട്. ദണ്ഡപാണി ഒരു ഭീരുവാണ്, ഭയഗ്രസ്തൻ. അവന് വലിയൊരു കർത്തവ്യം കൊടുത്ത് ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു. നാഗറാണിയെ കണ്ട് പേടിച്ചവൻ എന്തെങ്കിലും പുലമ്പിയിട്ടുണ്ടെങ്കിൽ ഇച്ഛാധാരി നാഗങ്ങളുടെ ദൃഷ്ടി നമുക്കുമേൽ പതിയുന്നതാണ്. അതിനൊരവസരം നാം കൊടുക്കുവാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് ചലിക്കാതിരുന്നേ പറ്റൂ. ക്ഷമയാണ് ജീവിതത്തിൽ, ക്ഷമയാണ് പ്രധാനം.
എന്തറിഞ്ഞിട്ടാണോ ഇവൻ വന്നിരിക്കുന്നത്? അല്ല മരുമോനെ, എന്തോ പറയാനുണ്ടെന്നും പറഞ്ഞ് എല്ലാവരും വിളിച്ചു വരുത്തിയിട്ട് നീ ഇങ്ങനെ തിരിഞ്ഞു നിന്നാൽ എങ്ങനെയാ? നീ കാര്യം എന്താണെന്ന് പറ. എനിക്കിന്ന് എല്ലാ കാര്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയേ പറ്റൂ. അതെന്താണെന്ന് പറയടാ. അമ്മ, എന്റെ ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ എല്ലാവരും ഉത്തരം പറഞ്ഞേ മതിയാവൂ. മോസ്റ്റ്ലി ആ ഉത്തരങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി ആയിരിക്കും. എന്താ തൃശ്ശൂലെ വിഷയം? നീ എന്തെങ്ങനെ സീരിയസ് ആയിരിക്കുന്നേ? സീരിയസ് ആയ കാര്യം ആയതുകൊണ്ട് തന്നെ. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ശരി എന്താണ് തെറ്റെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ കാര്യമാണ്. നോക്ക്, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഉത്തരം നൽകാം. പക്ഷെ അതൊക്കെ സത്യങ്ങളായിരിക്കണം. ശരി, നീ ചോദിക്ക്. എനിക്കിപ്പോൾ അറിയേണ്ടത് നാഗങ്ങളെ പറ്റിയാണ്. നാഗങ്ങളും നമ്മളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി, അല്ലെങ്കിൽ വൈരാഗ്യത്തെപ്പറ്റി. ഇതെന്താ ഇപ്പൊ ഇങ്ങനൊരു ചോദ്യം? ഇത് ഒരുപാട് പഴയ ചോദ്യമാണ്. പക്ഷെ ഇത് ചോദിച്ചത് ഇപ്പോഴാണെന്നേ ഉള്ളൂ. നാഗങ്ങൾക്ക് നമ്മൾ കാരണം എന്താണ് സംഭവിച്ചത്? നാഗങ്ങൾ നമ്മളെ തേടി വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ല മോനെ, നിന്റെ ഈ ചോദ്യത്തിന് ഞാൻ എന്ത് ഉത്തരം പറയാന്? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അറിയാവുന്നവർ ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് മാത്രമല്ല, എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അതേ ആള് തന്നെയാ. അന്നാണെങ്കിൽ ഭൂപതി, ഇന്നാണെങ്കിൽ ദണ്ഡപാണി. ദണ്ഡപാണിയോ? ഇന്ന് ശിവാനിയെ ദ്രോഹിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയതാ. ഇന്ന് പൂജ മുടങ്ങാനുള്ള കാരണം അയാളാ. അച്ഛന്റെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് വീട്ടിലുള്ളവരെ സംരക്ഷിക്കുക വേണ്ടേ? അല്ലാതെ നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാ? മറുപടി പറയും, സംസാരിക്കേ. എല്ലാവരും ഇങ്ങനെ മിണ്ടാൻ നിൽക്കുന്നത് എന്തിനാ? എനിക്കെന്തറിയാനാ മരുമോനെ? എനിക്കിപ്പോ വന്ന് ഇവിടെ എന്താ നടക്കുന്നത് പോലും അറിയാതെയായി. സർപ്പങ്ങൾക്കോ ഈ വീടിനും തമ്മിൽ ഒരു കുഴപ്പമില്ല. തലമുറകളായിട്ട് തന്നെ ഇവിടെ നാഗാരാധന നടത്തുന്നുമുണ്ട്. ആണോ അമ്മ? അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ ആളുകൾ എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നുള്ളത് സത്യമാ. അതെന്താണെന്ന് പറയും. അച്ഛ, നിങ്ങളെപ്പോഴും അച്ഛന്റെ കൂടെ തന്നെ ഉണ്ടാവാറില്ലേ? അച്ഛന്റെ ഫ്രണ്ട്സ് നിങ്ങളായിട്ട് നല്ല ക്ലോസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അച്ഛൻ അറിയാന്നുള്ള കാര്യം ഉറപ്പാ. പറയച്ച. പറഞ്ഞോളൂ അങ്കിൾ. അങ്കിളിന്റെ ഉത്തരം ഞങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടിയാകും. ദയവ് ഇത് പറ അങ്കിൾ. അച്ഛൻ ഇതിനെക്കുറിച്ച് എല്ലാം അറിയാം. ഇതിന്റെയൊക്കെ പുറകിൽ എന്തോ രഹസ്യം ഉണ്ടെന്നുള്ളത് ഉറപ്പാ. അതെന്താണെന്നൊന്ന് പറയച്ച. എനിക്കൊന്നും അറിയില്ല. നീ എന്തൊക്കെ ചോദിക്കുന്നെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാം. എന്നാ നിങ്ങളത് പറയുന്നില്ലെന്നേ ഉള്ളൂ. പറയച്ച. ശരി, വേണ്ട. എവിടെ ചോദിച്ചാൽ ഇതിനോട് ഉത്തരം കിട്ടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. ഈ കുടുംബത്തെ ദ്രോഹിച്ചത് ആരായാലും അവരെയൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. തൃശൂർ, ദണ്ഡപാണി എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞു. പറഞ്ഞെന്നോ? എന്താവും പറഞ്ഞത്?
എല്ലാം പറഞ്ഞു. എല്ലാമോ? അത് എന്താണെന്നാ ചോദിച്ചേ? എന്താണെന്ന് സമയമാവുമ്പോ ഞാൻ പറയേണ്ടവരോടൊക്കെ പറഞ്ഞോളാം. വാ ശിവാനി. അയ്യോ, ഇതിനൊക്കെ എന്തിനാണ് ഇത്ര ടെൻഷൻ ആകുന്നത് സ്വാമിജി? കാര്യങ്ങൾ അറിയാൻ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ഫോൺ ചെയ്ത് ചോദിച്ചാൽ പെട്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. വേണ്ട. അവൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയില്ലേ? മനുഷ്യൻ മരണത്തിന് പിന്നാലെ മാത്രം ഓടാറില്ല, മറ്റെന്തിനും പിന്നാലെ ഓടും. ആജ്ഞകൾ ലംഘിച്ചാൽ എല്ലാവർക്കും മരണം സംഭവിക്കുന്നതാണ്. നീ ഭയപ്പെടേണ്ട, ക്ഷമയോടെ നിൽക്കൂ. ഏയ്, എനിക്ക് എന്റെ ഗേൾ ഫ്രണ്ടിനെ കാണാനുള്ളതാ. ക്ഷമിക്കൂ സ്വാമിജി, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. 3 വർഷം കൊണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് റെഡിയാക്കി എടുത്തതാ. ഇന്നാണ് പറഞ്ഞ സമയം. ഇതെങ്ങാനും മിസ്സായി കഴിഞ്ഞാൽ എന്റെ അമ്മച്ചിയാണ് ജീവിതത്തിൽ ഒരിക്കലും കിട്ടില്ല. സ്വാമിജി, നിങ്ങൾ എന്തെങ്കിലും എന്നെ ചെയ്തായിരുന്നോ? ആരോട് എന്ത് സംസാരിക്കണമെന്ന സാമാന്യ ബോധമില്ലേ നിനക്ക്? നിന്റെ ഈ വിക്രികൾ തന്നെ നിന്നെ ബലഹീനനാക്കുന്നതാണ്. എനിക്ക് അച്ഛനോട് കുറെ സംസാരിക്കാനുണ്ട്. എന്നോടോ? എന്നോട് സംസാരിക്കാൻ മാത്രം എന്താ ഉള്ളത് തൃശൂൽ? എന്നോടൊന്നും മറച്ചു വെക്കില്ല അച്ഛ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തുറന്ന് പറയും. എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അച്ഛ, എനിക്ക് അല്ലെങ്കിൽ പ്രാന്ത് പിടിച്ചിരിക്കുക. സത്യം പറയും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിയാന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഫോഴ്സ് ചെയ്ത് ചോദിക്കണ്ടെന്ന് വിചാരിച്ചു. ഒരുപക്ഷെ ചോദിച്ചാലും ഉത്തരം കിട്ടില്ല എന്ന് അറിയുന്നോണ്ട് എവിടേക്ക് കൊണ്ടുവന്നേ? തുറന്ന് പറയാച്ചാ. എന്താണ് കാര്യം എന്ന് പറയാതെ ഞാൻ എങ്ങനെ ഉത്തരം പറയാനാ? ഞാൻ വീട്ടിൽ വെച്ച് എന്താണോ ചോദിച്ചത് അത് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നാഗങ്ങൾക്കും നമുക്കും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്, ശരിയല്ലേ? നമുക്ക് ഭൂപതി കാരണം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായോ അതേ പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പൊ ദണ്ഡപാണി കാരണം വരാൻ പോയത്. രണ്ടുപേരും അച്ഛന്റെ ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? നിങ്ങളും അവരായിട്ട് നല്ല ക്ലോസ് ആയിരുന്നില്ലേ? നിങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാം ആരൊക്കെയാണ് നല്ലവര്, ആരൊക്കെയാണ് മോശക്കാര്. ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഇവര് കാരണം തന്നെയല്ലേ സംഭവിക്കുന്നത്? നമുക്ക് അറിയുന്ന ആൾക്കാർ വഴി. പറയച്ച, ഇതിന്റെയൊക്കെ പുറകിലുള്ള സത്യം എന്താ? ഞാനെങ്ങാനും സത്യം പറഞ്ഞാൽ എന്റെ മകൻ കൂടി എന്നെ വെറുക്കും. ഞാനിപ്പോ എന്താ ചെയ്യാ? അച്ഛ പറയച്ച. അവരെല്ലാം വലിയ വലിയ ആളുകളാ, മുതലാളുടെ കൂട്ടുകാര്. ഞാൻ ആ വീട്ടിലെ കാർ ഡ്രൈവറാ, വെറും പണിക്കാരൻ. എനിക്ക് അവരെ പറ്റി എന്തറിയാനാടാ? ആയിക്കോട്ടെ, അവരുടെ കാര്യം വിട്ടേക്ക്. വേറൊരു കാര്യം അച്ഛൻ അറിയില്ല. എന്തിനെ പറ്റിയാടാ നീ ചോദിക്കുന്നത്? നാഗലോകം. എന്തായാലും വന്നല്ലോ, ഇനി എനിക്ക് പോവാലോ അല്ലേ? മടയാ, ദിഗ്വിജയ, എന്ത് സംഭവിച്ചു? ദണ്ഡപാണി അവളോട് എന്തെങ്കിലും പറഞ്ഞോ? നിന്റെ മകൻ എന്ത് പറഞ്ഞു? അവൻ ഒരു കാര്യവും വാ തുറന്ന് ചോദിക്കുന്നില്ല. പക്ഷെങ്കി അവൻ പറയുന്ന കാര്യത്തിലൊക്കെ എന്തോ നിഗൂഢതകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിഗൂഢതയോ? സ്പഷ്ടമാക്കോ. അവനോട് ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ഈ വീടിനും നാഗങ്ങൾക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു. മാത്രമല്ല, ഈ വീട്ടിലുള്ളവരാരെങ്കിലും നാഗങ്ങളെ ബുദ്ധിമുട്ടിച്ചോ എന്നും ചോദിച്ചു. നാഗറാണി അവനോട് മറ്റെന്തെങ്കിലും കാര്യം സൂചിപ്പിച്ചോ? അക്കാര്യം ചോദിച്ചില്ലേ നീ? ആ, ചോദ്യങ്ങൾക്ക് മേലെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഒരുപക്ഷെ ഞാനാണ് ദിഗ്വിജയൻ എന്ന് അവൻ അറിഞ്ഞിരുന്നെങ്കിൽ അവനപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ രീതി തന്നെ മാറിയനെ. നീ എന്താണ് ചോദിച്ചത്?